ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അശ്വമേധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് മലയാളം ഫസ്റ്റില്. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അശ്വമേധം എന്ന് പറയുന്ന കവിതയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, അല്ലെ 4 മാർക്കിന്റെ 6 മാർക്കിനൊക്കെ എന്തൊക്കെയായിരിക്കാം ചോദിക്കുന്നത്, സ്ഥിരം ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ടീച്ചർ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അശ്വമേധം എന്ന് പറയുന്നത് എന്താന്ന് മക്കൾക്ക് അറിയാലോ, ഒരു കവിതയാണ്. ആരെഴുതിയ കവിതയാണ്? വയലാർ എഴുതിയ കവിതയാണ്. വയലാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു കവിത കൂടിയാണ് അശ്വമേധം എന്ന് പറയുന്ന കവിത. അപ്പൊ ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ലോകത്തിലേക്കുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു കുതിപ്പിനെയാണ് പുരോഗതിയിലൂടെയുള്ള മനുഷ്യന്റെ കുതിപ്പിനെയാണ് ഈ അശ്വമേധം എന്ന് പറയുന്ന കവിതയിലൂടെ എന്ത് ചെയ്യുന്നത്, കവി അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ പുരോഗമനമൊക്കെ വന്നിരിക്കുന്നത് എന്താണ്? കലയുടെ അടിസ്ഥാനത്തിലാണ്. സർഗവൈഭവം നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ സർഗശക്തിയെ ഒക്കെയാണ് ഈ അശ്വമേധം എന്ന് പറയുന്ന കവിതയിലൂടെ മനുഷ്യന്റെ സർഗശക്തിയാണ്, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, മനുഷ്യന്റെ ഉള്ളിലുള്ള സർഗശക്തി, ഇതിനെയൊക്കെയാണ് അശ്വമേധം എന്ന് പറയുന്ന കവിതയിൽ സൂചിപ്പിക്കുന്നത്. അശ്വമേധം എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ. അശ്വമേധം എന്ന് പറഞ്ഞാൽ ഒരു യാഗമാണ്, അല്ലെ? ആ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് രാജാക്കന്മാര് അവരുടെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു യാഗമാണ്. ഒരു കുതിരേനെ അങ്ങ് അഴിച്ചുവിടുക. അപ്പൊ ആ കുതിര പോകുന്ന സ്ഥലത്തൊക്കെയുള്ള സ്ഥലങ്ങൾ, സഞ്ചരിക്കുന്ന സ്ഥലമൊക്കെ ആരുടെയാണ്? രാജാവിന്റെയാണ്, അല്ലെ? അപ്പൊ അവിടെയുള്ള ആളുകളെ നോക്കി നിൽക്കില്ലല്ലോ കുതിര വരുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ അടുത്ത രാജ്യക്കാർ കുതിരേനെ ഉപദ്രവിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ തന്നെ എന്ത് ചെയ്യുന്നു, കുതിരയുടെ കൂടെ പറഞ്ഞേക്കും. അപ്പോൾ തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയാണ്, തന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയാണ് ഈ അശ്വമേധം എന്ന് പറയുന്ന യാഗത്തിലൂടെ രാജാക്കന്മാർ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ പുരോഗതിയിലേക്കുള്ള സർഗശേഷിയിലൂടെയുള്ള മനുഷ്യന്റെ ആ ഒരു കുതിപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിതയിൽ വയലാർ അടയാളപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യവംശം ഉണ്ടായ കാലം മുതൽ വിശ്വവിജയം നേടിയിട്ടുള്ളത് അവന്റെ ഉള്ളില്, ആദിമകാലം മുതൽ എല്ലാ കാലത്തും അവന്റെ ഉള്ളിലുള്ള ആ ഒരു സർഗശക്തി കൊണ്ടാണ് മനുഷ്യൻ ഇത്രയും ഉയരത്തിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സർഗശക്തിക്ക് മറ്റാരാലും കീഴടക്കാനാവാത്ത, അല്ലെങ്കിൽ മറ്റൊരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത അത്രയും കരുത്തുണ്ട് എന്ന് കവി പറയാണ് കേട്ടോ. അപ്പൊ അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗമാണ്. ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി രാജാവിന്റെ സമ്പത്തും ഐശ്വര്യമൊക്കെ വീണ്ടെടുക്കുന്ന യാഗത്തെയാണ് അശ്വമേധം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി എന്താ നമ്മൾ നോക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അശ്വമേധം എന്ന് പറയുന്ന കവിതയിൽ കുതിരയായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ സർഗശക്തിയാണ്, അല്ലെ? മനുഷ്യന്റെ സർഗശക്തിയാണ്. എവിടെയാണ് കവി അശ്വമേധം നടത്തുന്നത്? വിശ്വസംസ്കാര വേദിയിലാണ് അശ്വമേധയാഗം നടത്തുന്നത്. കവിതയിൽ ചെമ്പൻ കുതിര എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അല്ലെ? അപ്പൊ ചെമ്പൻ എന്നത് ചുവപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് വിപ്ലവത്തിന്റെ നിറമാണെന്നൊക്കെ നമ്മൾ പറയുന്നു, അല്ലെ? കരുത്തിന്റെ പ്രതീകമാണ് ഇപ്പൊ ചെമ്പൻ കുതിര. അപ്പൊ മനുഷ്യന്റെ സർഗശക്തിയുടെ കരുത്തിനെ സൂചിപ്പിക്കാനാണ് ചെമ്പൻ കുതിര എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതിനെ കോടിക്കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണ് എന്റെ സിദ്ധികൾ എന്ന് പറയുന്ന ഒരു വരിയുണ്ട്, അല്ലെ? ഇതിന്റെ ആശയമാണ്. അപ്പൊ മനുഷ്യന്റെ സർഗശേഷി എന്ന് പറയുന്നത് ആദ്യകാലം, അല്ലെ? ആദ്യകാലത്തൊക്കെ നമുക്കറിയാം എന്താണ്, എവിടെ മുതൽ തുടങ്ങാണ്? ഈ ഗുഹാചിത്രങ്ങളിലൂടെ, അല്ലെ? പണ്ട് ഇപ്പൊ എല്ലോറ എന്നൊക്കെ പറയുന്ന, എല്ലോറ തന്നെയല്ലേ? അത്തരം ഗുഹാചിത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യകാലത്തെ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെ? സർഗശേഷിയാണ്. അപ്പൊ ആ സർഗശേഷിയുടെ ആദിമ പ്രകടനമൊക്കെ എവിടെ കാണാം? ഗുഹാചിത്രങ്ങളിലും ഒക്കെ അവൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിലൊക്കെ നിന്ന് തുടങ്ങുന്നുണ്ട്, അല്ലെ? അപ്പൊ അന്ന് അന്യഗ്രഹങ്ങളിലേക്ക്, അല്ലെ? ഇന്നെന്താണ്, മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ പോലുമുള്ള, അപ്പൊ ചന്ദ്രനിലൊക്കെ സ്ഥലം വാങ്ങുന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഉന്നതിയിലേക്ക് മനുഷ്യന്റെ ആ പുരോഗതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിന് മാർഗം മുടക്കുവാൻ, കവി ഇപ്രകാരം വെല്ലുവിളിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് മനുഷ്യന്റെ ഉള്ളിൽ, ഇപ്പൊ എന്റെ ഉള്ളിലുള്ള സർഗശേഷിയാവുന്ന കുതിരയെ തളയ്ക്കാനോ, അല്ലെ ഇപ്പൊ എന്റെ ക്രിയേറ്റിവിറ്റി, എനിക്കിപ്പോ എഴുതാനുള്ള കഴിവിനെ ഇല്ലാതാക്കാൻ വേറൊരാളെ വിചാരിച്ച് സാധിക്കോ? ഇല്ല. അപ്പൊ അതിനെ ആർക്കും മുടക്കാനോ തളർത്താനൊന്നും കഴിയില്ല എന്ന ആത്മവിശ്വാസം ആർക്കുണ്ട്? കവിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ സർഗശക്തിയിലുള്ള വിശ്വാസമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം. പുത്തൻ അശ്വമേധം എന്ന പ്രയോഗത്തിന്റെ അർത്ഥധ്വനികൾ എന്തെല്ലാം, അല്ലെ? പുത്തൻ അശ്വമേധം എന്ന് പറയുന്നതിന്റെ അർത്ഥധ്വനികൾ എന്തെല്ലാം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? പുരാണത്തിലും ചരിത്രത്തിലും ഒക്കെ അശ്വമേധം എന്നത് നമുക്കറിയാം, അല്ലെ? സൂചനകളുണ്ട്. അപ്പൊ അധികാര സ്ഥാപനത്തിന്റെ, അധീശത്വത്തിന്റെ, ഒരു അധികാരത്തിന്റെ ഒക്കെ സൂചനമായിട്ടാണ് അശ്വമേധത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ സർഗശക്തിയുടെ അധീശത്വമാണ് കവി നടത്തുന്നത്. ഓക്കെ, സർഗശക്തിയുടെ മേലെയുള്ള, അല്ലെങ്കിൽ സർഗശക്തിയാകുന്ന അധീശത്വത്തെയാണ് എന്ത് ചെയ്യുന്നത് കവി ഇവിടെ, അല്ലെ? പുത്തൻ അശ്വമേധം എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചെമ്പൻ കുതിര എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകതയാണ്, കരുത്തിന്റെ പ്രതീകമാണ് ചെമ്പൻ കുതിര. ഓൾറെഡി നമ്മൾ പറഞ്ഞു, വിപ്ലവമാണ് ചുവപ്പ് എന്ന് പറയുന്ന നേരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ കരുത്ത് സർഗശക്തി കൊണ്ട് നേടുന്നു, അല്ലെങ്കിൽ ആ സർഗശക്തിക്ക് ആ കരുത്തുണ്ട് എന്നാണ് ഈ ചെമ്പൻ കുതിര എന്ന പ്രയോഗം കൊണ്ട് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ?
പിന്നെ ആരുടെ മുമ്പിലും തനകുലിക്കാതെ ശിരസുയർത്തി ചെമ്പൻ കുതിര പായുന്നു എന്ന് പറയുന്നു. കണ്ണുകളിലെ ഉന്മേഷം ക്രാന്തദർശിത്വം, അതായത് കാലത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവിനാണ് ക്രാന്തദർശിത്വം എന്ന് പറയുന്നത്. കാലുകളിലെ ഉത്സാഹം കീഴടക്കാനുള്ള വെമ്പലിനൊക്കെ എന്താണ് ചെമ്മൻ കുതിര എന്ന് പറയുന്ന പ്രയോഗത്തോട് നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിലുള്ള ചോദ്യങ്ങളുടെ ഇത്രയും ചോദ്യങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കുക. 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ കുതിരയുടെ കരുത്തിനെ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നമുക്ക് നൽകുന്നത്? പിന്നെ കാല്, കണ്ണ് ഇവയുടെ പ്രത്യേകത ഒന്നും എടുത്തു പറയാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. അപ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കാതെ ഓടിപ്പായുന്ന ചെമ്പൻ കുതിര കണ്ണുകളിലെ ഉന്മേഷം, ക്രാന്തദർശിത്വം, കാലുകളിൽ ഉത്സാഹം കീഴടക്കാനുള്ള വെമ്പലിനെ ഇതിനൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കാല്, കണ്ണ് അതേപോലെ ഇതിനൊക്കെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കവിതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? കണ്ണ് എന്ന് പറയുന്നത് ഉന്മേഷമാണ്, ക്രാന്തദർശിത്വം, എന്തിനേയും കാണാനുള്ള ഒരു കാലത്തെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവിനെ. കാലുകൾ അതിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. കാലുകളിലെ ഉത്സാഹം, വെമ്പലും കീഴടക്കാനുള്ള ഒരു ത്വരയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത് കുതിര അതിന്റെ സിദ്ധികൾ നേടിയത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ചോദ്യം എങ്ങനെയാണ്? പുരുഷാന്തരങ്ങളിൽ കൂടെ വർഷങ്ങളായി മനുഷ്യന്റെ 100 വർഷങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്? കുതിര അത് നേടിയത് ആ അനുഭവത്തിന്റെ ശക്തിയാലും പ്രകൃതിയോട് പടപൊരുതി നേടിയിട്ടുമാണ് എന്ത് ചെയ്തത്? കുതിര തന്റെ സിദ്ധികൾ നേടിയത് എന്ന് പറയുന്നു. പിന്നെ പ്രകൃതിയോട് പടപൊരുതി നേടി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? പ്രകൃതി ആദ്യകാലത്തുള്ള മനുഷ്യൻ അനേകം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രകൃതിയോട് പടപൊരുതിയാണ് ആദ്യകാലത്തുള്ള മനുഷ്യൻ എന്ത് ചെയ്തത്? തന്റെ നാഗരിക സംസ്കാരം അല്ലെങ്കിൽ ഈ കാണുന്ന തരത്തിലേക്കുള്ള ജീവിതത്തിലേക്കൊക്കെ മനുഷ്യൻ എത്തിയെന്ന് നമുക്ക് പറയാം. പിന്നെ മന്ത്രമായൂര പിഞ്ചികാ ചാലന തന്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്നാണ് ചോദ്യം. മനുഷ്യന്റെ സർഗശക്തി മന്ത്രതന്ത്രങ്ങളാലോ ജാലവിദ്യയാലോ ഒന്നും നേടിയതല്ല. അതിങ്ങനെ ഹോമം ചെയ്തിട്ടോ ഒറ്റക്കാലിൽ നിന്നിട്ട് തപസ് ചെയ്തിട്ടോ ഒന്നും അല്ല നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, തളയ്ക്കാനാവുന്ന. അല്ലാതെ ഒരു മനുഷ്യൻ ജന്മന ജന്മസിദ്ധമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നൊരാശയമാണ് ആ വരികൾ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട്, അതായത് എല്ലാ വരികളിലും ടീച്ചർ ചോദ്യങ്ങൾ ആക്കി പറഞ്ഞു തന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ലൈവിൽ എന്ത് ചെയ്യും? ലൈവിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പാഠം പഠിച്ചതാണ്. ഇനിയും നമ്മൾ അതൊക്കെ നമ്മൾ ഉഷാറായിട്ട് ഒന്നുകൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ ടെക്സ്റ്റ് ബുക്കും പാഠങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാണ്. പാഠഭാഗങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ വായിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ പഠിക്കല്ലേ, പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ഉഷാറായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.